ഡിയർ ഫ്രണ്ട്സ്, നിത്യൻ ഈറ്റ് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ എബോ ദി ഹോട്ട് റോക്ക്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കട്ട് ചെയ്ത് ചൂടാകും, എന്നാൽ മാത്രമേ സെറ്റാവൂ. ഇനി എല്ലാം ഒന്ന് വരഞ്ഞ് വരും. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ്, കോഴിയിൽ നല്ല വൃത്തിയായിട്ട് മസാലപ്പൊടി എല്ലാം തേച്ചിട്ട് ചിക്കൻ നല്ല അരപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ്. അത് കുറച്ച് ഒരു അരമണിക്കൂറത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ, എന്നാലേ അരപ്പെല്ലാം അതിനകത്ത് പിടിക്കുകയുള്ളൂ. കർപ്പൂരമിട്ട് കത്തിക്കുകയാണ്. അത് പാറയുടെ മേളിൽ വെച്ച് ചാക്കോൾ അടിയിൽ കത്തിച്ച് വെച്ചാണ് നമ്മളിന്ന് കുക്കിംഗ് ചെയ്യുന്നത്. നല്ലതുപോലെ കനലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കനലിൻ്റെ മേളിലാണ് നമ്മൾ റോക്കിൻ്റെ പീസ് വെക്കേണ്ടത്. ആ റോക്ക് പഴുത്തിട്ട്, റോക്ക് ഹോട്ടായിട്ട് വേണം നമ്മൾക്ക് അതിൻ്റെ മേളിൽ ചിക്കൻ വേവിക്കേണ്ടത്. അതിനാണ് ഈ ചാർക്കോള് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചാർക്കോൾ നല്ല കനലായിട്ടുണ്ട്. ഇനി റോക്കിൻ്റെ പീസ് എടുത്ത് ഇതിനെ മേളിൽ വയ്ക്കാം. അത് ചൂടാകുമ്പം നമുക്ക് ചിക്കൻ അതിൻ്റെ മേലെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പാറയുടെ പീസ് എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. റോക്കിൻ്റെ പീസ് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചൂടായിട്ട് വേണം നമുക്ക് ചിക്കൻ ഇതിൻ്റെ മേളിൽ വയ്ക്കാൻ. ചൂട് കൊണ്ട് പാറ പൊട്ടിത്തുടങ്ങി. കഴിക്കും ചേർത്തൊന്ന് തേച്ച് പിടിപ്പിക്കും. ചൂടായിട്ടുണ്ട്. കുറച്ച് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കുറച്ച് കറിവേപ്പിലയും റെഡിയാണ്. കുറച്ച് കറിവേപ്പില റെഡിയാണ്. ഇതിനൊന്നും നല്ല സൗണ്ടുണ്ട്. ചിക്കൻ എടുത്ത് നല്ല വെച്ച് ചിക്കൻ നമ്മിയിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പാറയുടെ പീസും കൊണ്ട് എടുത്ത് വെക്കുകയാണ്. നമ്മൾ ചിക്കൻ ഹോട്ട് റോക്ക് പീസിൻ്റെ മേളിൽ വെച്ചിട്ട് അത് നമങ്ങിയിരിക്കാൻ വേണ്ടി അതിൻ്റെ മേളിൽ ഒരു റോക്കിൻ്റെ പീസും കൂടെ വെച്ചിരിക്കുകയാണ്. നല്ല വേവുകയാണ്. നമുക്ക് കാണാം തീയും പുകയൊക്കെ പൊങ്ങുന്നത്. ചിക്കൻ മുരിയുന്നതിന് നല്ല മണം അടിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ച് വെക്കേണ്ടതാണ്. ചിക്കൻ്റെ പീസൊന്ന് തിരിച്ച് വെക്കാൻ പോവുകയാണ്. നല്ലതുപോലെ അമങ്ങിയിരിക്കുകയാണ്. സ്പൂൺ വെച്ചേ തിരിക്കാൻ പറ്റൂ, കാരണം പാറ അത്രത്തോളം പഴുത്തിരിക്കുകയാണ്.
ഈ എണ്ണയും നമ്മളുടെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ പിന്നെ അരിക്ക് പിടിക്കത്തില്ല. നല്ല പഴുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ എണ്ണ ഒഴിക്കേണ്ടതാണ്. എണ്ണ ഇങ്ങനെ ഒഴിച്ച് ഇനി നമ്മൾ ഇതിൻ്റെ പീസ് മലത്തി വെച്ചിരിക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ പാറയുടെ പീസ് എടുത്ത് ചിക്കൻ്റെ മേളിൽ വയ്ക്കുക. ഇവിടുത്തേക്ക് നല്ല അമുങ്ങിയിരുന്നത് വെന്തുള്ളൂ. ചിക്കൻ നല്ലതുപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തീയായിട്ട് നല്ല കനലിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അങ്ങനെ നല്ലതുപോലെ വെന്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി പാറയൊന്നും അതിൻ്റെ മേളിൽ വെക്കണ്ട, അല്ലാതെ തന്നെ വെന്താൽ മാത്രം മതി. നമുക്ക് വേവുന്ന അനുസരിച്ച് മറിച്ചും തിരിച്ച് വിടണം. ചിക്കൻ ഒന്ന് മറിച്ചിട്ട് നല്ലതുപോലെ രണ്ട് സൈഡും വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് പകരാം. നമ്മൾക്കിനി അത് ഓരോ പീസായിട്ട് എടുത്ത്